നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ അറപ്പുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ദേവിക്ക് സമർപ്പിച്ചു. 7-8 തീയതികളായി നടന്ന ചടങ്ങുകളിൽ കണ്ഠരര് വാസുദേവര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ പള്ളിയറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ദേവിക്ക് സമർപ്പിച്ചു. കഴിഞ്ഞ 2 മാസക്കാലമായി പള്ളിയറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഏകദേശം 1500ഓളം വർഷം പഴക്കമുള്ള ദേവീക്ഷേത്രത്തിന്റെ അറപ്പുര ജീർണാവസ്ഥയിലായിരുന്നു. കാലപ്പഴക്കം ചെന്നതിനാൽ മേൽക്കൂരയും മറ്റും നശിച്ച നിലയിലുമായിരുന്നു. ദേവി കുടികൊള്ളുന്ന അറപ്പുര പീഡിക സങ്കല്പമായതിനാൽ നെട്ടൂർ കുറിപ്പല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ടും സങ്കീർണമായ ഒരു പ്രക്രിയയിൽ കൂടിയ മാത്രമേ അറപ്പുരയുടെ പുനരുദ്ധാരണം നടക്കുമായിരുന്നുള്ളൂ. ക്ഷേത്രം തന്ത്രി വാസുദേവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അറപ്പുരയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഇക്കഴിഞ്ഞ 7-8 തീയതികളിലായിട്ടാണ് അറപ്പുര ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നത്. അറപ്പുര പുനരുദ്ധാരണത്തിന് ഏകദേശം 23 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. ഇതിന്റെ ചെലവ് വഹിച്ചത് കടയ്ക്കലിലെ ഏതാനും വ്യക്തികളാണ്. അതിൽ മുഖ്യ പങ്കാളി കടയ്ക്കൽ പള്ളിയമ്പലം ജ്വല്ലറി ഉടമ ജയചന്ദ്രൻ പിള്ളയായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർവഹിച്ചു. കഴിഞ്ഞ 2 മാസമായ ക്ഷേത്ര ചടങ്ങുകളൊന്നും തന്നെ ക്ഷേത്രത്തിൽ നടക്കുമായിരുന്നില്ല. 8-ാം തീയതി രാവിലെ 5 മണിക്ക് ആരംഭിച്ച പൂജാകർമ്മങ്ങൾ ഏകദേശം 11 മണിയോടുകൂടിയാണ് സമാപിച്ചത്. പാട്ടും വിളക്കോടുകൂടി ക്ഷേത്രം വീണ്ടും ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. സാമൂഹ്യരംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉൾവശം കളമെഴുത്തും തറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൃഷ്ണശില പാകി വൃത്തിയാക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണങ്ങൾക്ക് ജയചന്ദ്രനെ കൂടാതെ ബാഹുലയൻ പിള്ള, ഋഷികേശൻ നായർ, പാവല്ല തുടങ്ങി നിരവധി പേർ സംഭാവനകൾ നൽകി. പരിപാടിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, സബ് ഗ്രൂപ്പ് ഓഫീസർ തുടങ്ങി നിരവധി ഭാരവാഹികൾ പങ്കെടുത്തു. ശ്രീ പള്ളിയമ്പലം ജയചന്ദ്രൻ പിള്ള, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനകം കൃഷ്ണശില പാകി നവീകരിച്ച് സമർപ്പിച്ച അഡ്വക്കേറ്റ് ചിതറ S രാധാകൃഷ്ണൻ നായർ, ശ്രീ ജയചന്ദ്രൻ പിള്ള പള്ളിയമ്പലം, ശ്രീ ഋഷികേശൻ നായർ, ശ്രീ ബാഹുലയൻ പിള്ള, ശ്രീ അബി, ശ്രീമതി ലളിതാഭായി, എൻ്റെ ഈ വേദിയിലിരിക്കുന്ന ഉപദേശക സമിതിയുടെ മുൻ ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട തൊടുക എന്ന് പറയുന്നത് തന്ത്രിക്കും ഇവിടെ കുറിപ്പിനുമൊക്കെ എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി അത് ചെയ്യുവാൻ സാധിക്കും. അത് ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്ന ഉപദേശക സമിതിയുടെ ഭാരവാഹികളുണ്ടല്ലോ, മുൻ ഉപദേശക സമിതിയുടെ ഭാരവാഹികൾ, പ്രസിഡന്റ് ശ്രീ വികാസ്, സെക്രട്ടറി ശ്രീ അനിൽ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപദേശക സമിതി, അവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ ഞാൻ ഇതിന് വിനിയോഗിക്കുകയാണ്. വേറെ ആരും അതിന് തയ്യാറാവില്ല. ഒപ്പം നമ്മുടെ ഈ കടയ്ക്കൽ നിവാസികളുടെ സ്വപ്നം മുഴുവൻ സഫലീകരിക്കുവാൻ കൂടെ നിന്ന ഒരു മനുഷ്യനുണ്ട്. പൂർണ്ണമായും ഇതിന് ചെലവായ തുക എത്രയാണോ അത്രയും അത് ചെലവഴിപ്പിക്കുവാൻ വേണ്ടി നിന്ന ശ്രീ ജയചന്ദ്രൻ പിള്ള, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുക. അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന ആചാരം നിലനിൽക്കുന്നത് കൊണ്ട് പള്ളിയറയ്ക്ക് സമാന്തരമായി, ഇപ്പോൾ നിലവിലുള്ള പള്ളിയറയ്ക്ക് സമാന്തരമായി ഒരു അറ അകത്ത് സൃഷ്ടിച്ച്, പുറത്തു നിന്ന് നിർമ്മിച്ച് അകത്ത് കൊടുത്ത് കുറിപ്പ് അങ്ങനെ ഒരു അറ സൃഷ്ടിച്ചതിന് ശേഷമാണ് പള്ളിയറയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പള്ളിയറയുടെ പ്രവർത്തനത്തിന് ദേവസ്വം ബോർഡ് 13 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടു. 13 ലക്ഷം രൂപ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നത് അന്ന് നിലവിലുള്ള കമ്മിറ്റിക്ക് വളരെ പ്രയാസമായിരുന്നു. അങ്ങനെയാണ് പള്ളിയമ്പലം ജയചന്ദ്രനെ കമ്മിറ്റി കൂട്ടായി സമീപിക്കുന്നത്. പൊന്നാട ഇതെല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഭഗവതി ഞങ്ങളെല്ലാവരെയും നന്നായി കാത്തുകൊള്ളണേ. എനിക്ക് സത്യത്തിൽ സംസാരിക്കാൻ ഒരുപാടുണ്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം 2 ദിവസമായി എന്റെ മനസ്സ് ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ്. കാരണം ഒരു 1-2 വർഷമായി ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ നടക്കുന്നു. അതിനെ ഒരു കംപ്ലീറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ടാവാം,
ഒരു റിസൾട്ട് കിട്ടുന്നത് അതുവരെ നമുക്കൊരു വല്ലാത്ത ആകാംക്ഷയാണ്. ഇന്നാണ് നമുക്ക് സത്യത്തിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. സാറ് വന്നതൊന്ന് നടത്തി തന്നപ്പോ ആ റിസൾട്ട് പൂർണ്ണമായും നമുക്ക് കിട്ടി. പക്ഷെ ആ റിസൾട്ടിൽ ഒരേ ഒരു വിഷമേ ഉള്ളൂ, ഞാൻ ഇതിനകത്ത് പൈസ മുടക്കി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് അധ്വാനിച്ച വ്യക്തികളുണ്ട് ഇതിനകത്ത്. നമ്മൾ വളരെ അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം അതിനൊരു പരിധി വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുവാദം വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭാഗവക്കായാൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു കാര്യം. 2022 നമ്മളിവിടെ കാണുന്ന നമ്മുടെ അമ്മയുടെ ഊട്ടുപുര, ആ ഊട്ടുപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഉപദേശസമിതി, ആ ഉപദേശസമിതിയുടെ ഭാരവാഹികൾ ഉപദേശസമിതിയുടെ പൂർണ്ണമായ ചെലവിൽ അത് നിർമ്മിച്ച് സമർപ്പിക്കാമെന്നും പറഞ്ഞ് ഒരു അപേക്ഷ അസിസ്റ്റന്റ് കമ്മീഷണറായി എനിക്ക് തരികയും ആ അപേക്ഷയിൽ ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിച്ച് അത് അനുവാദ ഉത്തരവ് കൊടുക്കാനും അതുവഴി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ അനന്തോളം സാറിനെ കൊണ്ടുവന്ന് അതിന്റെ ശിലാസ്ഥാപനം നടത്തുകയും നമസ്കാരം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള കടയ്ക്കൽ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. കാര്യം വിശ്വപ്രസിദ്ധമായ എന്ന് വേണമെങ്കിൽ പറയാം കടയ്ക്കൽ ദേവിയെക്കുറിച്ച്. കാര്യം ഇങ്ങനെ ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കാര്യം ഇവിടെ ഒരു പ്രതിഷ്ഠയുടെയോ ഒരു വിഗ്രഹ ആരാധനയുടെയോ ഒരു ലേബലില്ലാതെ ഒരു ആദിപരാശക്തി എന്ന സങ്കല്പത്തിൽ അനുഷ്ഠാനിക്കുന്ന ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അതിൻ്റെ വളരെ പ്രധാനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവീക്ഷേത്രത്തിലെ പള്ളിയറ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ പള്ളിയറ ഉദ്ധരിച്ച് അത് ദേവിക്ക് സമർപ്പിച്ച ഒരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ഇത് ഒരു പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഈ പള്ളിയറ സമർപ്പണം എന്ന് പറയുന്നത്. അത് വളരെ ചടങ്ങുകളോടുകൂടി ഒരു തന്ത്രിയുടെ മുൻവിധിയോടുകൂടിയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. പക്ഷേ അതിന് ഭാഗവാക്കായ അതിൽ പങ്കാളികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം, പള്ളിയമ്പലം ശ്രീ ജയചിത്രൻപിള്ള അദ്ദേഹമാണ് ഈ പള്ളിയറയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും അതിൻ്റെ തടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ ബാഹുലയണ്ണൻ അൽത്രമൂട് നിവാസിയാണ്. അദ്ദേഹവും ഇതിൽ വളരെ സജീവമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പും അദ്ദേഹത്തിൻ്റെയാണ്. അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട സൈസാർ, ഇവരൊക്കെ തന്നെ ഒരു സജീവ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ പള്ളിയറ പുനരുദ്ധാരണത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ജയചന്ദ്രൻ പിള്ളയെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടാം. ശ്രീ ജയചന്ദ്രൻ നമ്മൾ പള്ളിയമ്പലം ജുവലറി നടത്തുന്നു എന്നതിലുപരി ധാരാളം ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിന് എനിക്ക് ഉദാഹരണമുള്ള ആളാണ്. കാര്യം ആദ്യമായിട്ട് എന്നെ സമീപിക്കുന്നത് തന്നെ ഒരു കൊറോണ സമയത്ത് കുറെ ഭക്ഷ്യ കിറ്റ് കൊടുക്കാം എന്നും പറഞ്ഞാണ്. അവിടെ വെച്ച് തന്നെ എൻ്റെ അടുത്ത് പറയുന്നു, അണ്ണാ നമുക്ക് ഈ നിർദ്ധനരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി കിടക്കാനില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നു. അതിനും ഞാൻ നിർദ്ദേശിച്ച ആളിന് പോംവഴി കണ്ടെത്തിയ വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഇപ്പോൾ അവിടെ പോലീസിന്റെ സഹായത്തോടെ ഒരു വീട് വെച്ച് കൊടുത്ത് 10% സഹായം പുരയിടം കൊടുത്ത ഇദ്ദേഹമാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ഇങ്ങനെ ഒരു സംരംഭം, അത് വളരെ ഭാഗ്യമായി ഞാൻ കാണുന്നു. എങ്ങനെ സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള പ്രചോദനം ഉണ്ടായിരുന്നു? ഈ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലും ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ചെറിയൊരു ഭക്തനാണ് ഞാൻ. പ്രത്യേകിച്ചും കടയ്ക്കലമ്മയോട് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ആരാധന ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് എന്ത് സ്ഥാപനം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊരു അമ്മയോടൊരു അനുഗ്രഹം പോലെ ചോദിച്ച് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതൊരു കുട്ടിക്കാലം മുതലേ വിശ്വാസമാണ്. അത് സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ യാദൃശ്യമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കുട്ടിക്കാലത്ത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥാപനം ചെയ്താൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും. അപ്പൊ എനിക്കറിയാവുന്ന തൊഴിൽ കച്ചവടമായിരുന്നു. അപ്പൊ ഈ കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്ന് എനിക്ക് തോന്നുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു മുറുക്കാക്കടയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഒരു നരങ്ങുള്ളതൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രൊവിഷൻ സ്റ്റോറെങ്കിലും ഒക്കെ ഇട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു അജണ്ട. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാനൊരു ജുവലറിയാണ് തുടങ്ങാൻ പറ്റിയത്. അപ്പോൾ ഇന്നും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉപജീവനത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകും. അപ്പോൾ
അതുകൂടാതെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അപ്പൊ എനിക്ക് വീടില്ലായിരുന്നപ്പോൾ തന്നെ എനിക്ക് വീട് കിട്ടിയത് പഞ്ചായത്താണ്. എനിക്ക് കടയ്ക്കൽ പഞ്ചായത്താണ് എനിക്കൊരു വീട് തന്നത്. അപ്പൊ നമുക്ക് ഈ വന്ന വഴികളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മള് യാദൃശ്യം പ്രായത്തിൽപ്പെട്ട പഴയ ആൾക്കാർ 15-20 വയസ്സ് പ്രായത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ പലരും പറയാനുണ്ട് ഈ ക്ഷേത്രത്തെ പറ്റി. അന്ന് വിശാലമായ ഒരു അമ്പലമായിരുന്നു, ഉണ്ടായിരുന്നു കാവ്. ഇവിടെ രാത്രി വന്ന ഞങ്ങൾക്ക് പേടിയും ഭയമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളൊരു 15-20 വയസ്സ് പ്രായമുള്ള ആൾക്കാരുടെ ഒരു കളിത്തട്ടായിരുന്നു ഇവിടെ. കുട്ടിപ്പന്ത് കളിയും മറ്റുള്ള കളികളും എല്ലാം ഇവിടെ. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും SLC പാസ്സായി. അന്ന് ചിന്തിക്കുന്ന ഒരാളും കുട്ടികൾ ചിന്തിക്കുന്നില്ല ഞാൻ ഒരു IS കാരനാവണമെന്നോ IPS ആവണമെന്നോ IFS ആവണമെന്നോ ചിന്തിക്കുന്നില്ല. അവന് SLC പാസ്സായി കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുക എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ. അങ്ങനെ വന്ന് ഈ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കും ഞങ്ങള്, അമ്മേ SLC പാസ്സാക്കി എനിക്കൊരു ജോലി തരണേ. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ സനഫമാണ്, നിനക്കറിയാം ഈ ചുറ്റും പട്ടും കളിച്ചവർക്ക് സകല ആളുകൾക്ക് ജോലി കിട്ടും. പോലീസിലോ അവിടെ ചെന്നപ്പോഴേ അവിടെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു 3:30 മണി വരെ ഒരു വെള്ളം പോലും കഴിക്കാതെ ഈ തടി എടുക്കുന്നതിന് വേണ്ടിയായാലും എല്ലാ സഹായം ഓഫീസിനെ വിളിച്ചാലും കൊല്ലം CSFന്ന് വിളിച്ചാലും ശരി, എങ്ങനെയായാലും ശരി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ തടി എടുത്തുകൊണ്ട് വന്നു. അന്ന് എടുത്ത് നമ്മൾ ഉദ്ദേശിച്ച കണക്ക് തന്ന തടിയുടെ ഏതാണ്ട് 3/4 ഭാഗം തന്നെ ആദ്യത്തെ ലേലത്തിൽ കിട്ടിയപ്പോൾ ആ തടി കൊണ്ട് തന്നെ ഏകദേശം അത് തന്നെ ഒരു വല്ലാത്ത ഐശ്വര്യമാണ്.